Good morning. Good morning, ma'am. Allison. Good morning. Good morning. Rajesh. Good morning, ma'am. Divya, good morning. Good morning. Good morning. Vidya, good morning. Srikutti, Good morning, ma'am. good morning. Good morning, ma'am. Good morning. Good morning, ma'am. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരുടെ കയ്യിലും PDF ഉണ്ടോ? ഉണ്ട് ma'am. ഓക്കെ. ഏതാണ് യൂണിറ്റ്? സ്കൂൾ മാനേജ്മെന്റ്. മാഡം എനിക്ക് PDF ആയിട്ട് കിട്ടില്ല. ഗ്രൂപ്പിൽ വന്നിട്ടില്ല. ഇതൊന്നും എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. PDF ഇല്ല മിസ്സേ. മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എനിക്ക് PDF കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, നീന മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. PDF കയ്യിലില്ലേ? നമ്മൾ സ്റ്റാർട്ട് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. PDF കിട്ടിയില്ല മാഡം. അയച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ക്ലാസ് റൂമിൽ അയച്ചിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ചെക്ക് ചെയ്യാട്ടോ അതില്. ഇപ്പൊ സ്ക്രീൻ ക്ലിയർ ആണോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? മോഡേൺ കോൺസെപ്റ്റ് കാണുന്നുണ്ട്. PDF മിസ്സേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ റോസ്? അതെ, നമ്മളിപ്പോ കുറെ PDF അയച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത്? എല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണോ? അതെ, എല്ലാം ആവശ്യമുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിലെ യൂണിറ്റ്സ് ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ഓക്കെ, യൂണിറ്റ് ഫസ്റ്റ്. യൂണിറ്റ് ഫസ്റ്റ് അല്ലേ? മോഡേൺ ഡൗട്ട് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. എന്തോ ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറയാം. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലും ഈ ചാപ്റ്റർ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രിന്റ് എടുത്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഞാൻ പറയാം. അപ്പൊ അതിന്റെ പ്രിന്റ് കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരുമിച്ച് എടുത്ത് വെക്കാം. ഓക്കെ മാം, ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഇത് PDF ഞങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ആയിട്ടൊന്ന് ഇട്ട് തരാം. ക്ലാസ് റൂമിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ക്ലാസ് റൂമിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ? എല്ലാവരും ക്ലാസ് റൂമിൽ നിന്നല്ലേ ഡൗൺലോഡ് ചെയ്തത്? അതെ. എങ്ങനെയാ ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാവോ? ക്ലാസ് റൂമിൽ പോയിട്ട് അതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേലെ 3 ഡോട്ട് ഇല്ലേ? ആ ഡോട്ടിൽ കയറി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തൊട്ട് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡൗൺലോഡ് ആവുന്നുണ്ട്. അല്ലാതെ അതിന്റെ മേലെ 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകുമ്പോൾ അവരുടെ ഇതിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. താഴെ വാട്സ്ആപ്പ് ഒന്നും കൂടി ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ പ്രിന്റ് എടുത്തിട്ട് വേണം. ഓക്കെ, സ്കൂൾ മാനേജ്മെന്റ് ആണ് യൂണിറ്റ് ഫസ്റ്റ്. എന്തോ ഹലോ അത് പറഞ്ഞു. ശ്രീകുട്ടിയാണോ? സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റോ? ഫസ്റ്റ് കിടക്കുന്നത്. അങ്ങനത്തെ ടോപ്പിക് ഉണ്ടോ അതില്? അതാണ് ഫസ്റ്റ് കിടക്കുന്നത്. PDF വിട്ടതില് ചാപ്റ്റർ വൈസ് യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വരുന്നത്. ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ യൂണിറ്റ് 1-ലെ ഈ ടോപ്പിക്, ഈ ചാപ്റ്റർ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹലോ, എന്തോ ശ്രീകുട്ടി PDF അയച്ചിരിക്കുന്ന വാട്സ്ആപ്പ് ചാനലിലാണോ അല്ലെങ്കിൽ വാട്സാപ്പിന്റെ വേറെ ഗ്രൂപ്പ് ഉണ്ട്? ക്ലാസ് റൂം റൂമില് എന്ന് പറഞ്ഞിട്ടൊരു ഇത് എനിക്ക് വന്നിട്ടില്ല. ഗൂഗിൾ ക്ലാസ് റൂം ഇത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്യണം.
പൈസ 1000 ജോയിൻ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചു, ബാക്കി അടച്ചണില്ല. ഓക്കെ അപ്പൊ കയ്യില് PDF ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഉണ്ട്. ടീച്ചറെ എനിക്കും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്നറിയില്ല, കേറിയിട്ടില്ലെങ്കിൽ പിന്നെ മ്യൂട്ട് ഇതെല്ലാം നോട്ട്സ് എല്ലാം മ്യൂട്ട് അയച്ചു തരും. മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും മ്യൂട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, ആർക്കും കേൾക്കില്ല, ക്ലിയർ ആകില്ല. ജാസ്മിൻ ക്ലാസ് റൂം വന്നിട്ടില്ല, വാട്സപ്പിലാണ്, എന്തിലാണെന്ന് മനസ്സിലാവണില്ല. ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നല്ലേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്? അങ്ങനെയാണല്ലേ, അത് പ്ലേ അറിയില്ല. സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതെ. ഓക്കെ, പിന്നെ ക്ലാസ് റൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ജാസ്മി, ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ PDF അയച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഇല്ലേ? അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രേയറിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? നമ്മള് ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രേയറോട് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു പ്രേയർ 5 ലൈൻസ്, മിനിമം 5 ലൈൻസ് ഉള്ള, മാക്സിമം ഒരു 10 ലൈൻസ് ഉള്ള ഒരു പ്രേയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. റിലീജിയസ് ബേസ്ഡ് ആയിട്ടല്ല. എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ചെയ്തിട്ടോ നേച്ചറിനെ പ്രൈസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രേയർ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. ഓക്കെ, നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 5 ലൈൻസ് ഉണ്ടായിരിക്കണം. പറയാം. അപ്പോ നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ഒരു പ്രെയർ എഴുതിക്കൊണ്ട് വരണം നാളെ. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കുന്ന ആളായിരിക്കണം നാളെ പ്രെയർ കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇംഗ്ലീഷ് തന്നെ വേണോ? എന്തോ? ഇംഗ്ലീഷ് തന്നെ വേണം. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ പ്രെയർ ഞാൻ കണ്ടക്ട് ചെയ്യാം, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊരു മോഡൽ കിട്ടും. ഇതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള ഏതൊരു പ്രെയർ ആയാലും മതി. റിലീജിയസ് ബേസ് അല്ല. നമ്മളിപ്പോ താങ്ക്സ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സിനെ പ്രൈസ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ നേച്ചറിനെ പ്രൈസ് ചെയ്തോണ്ടൊക്കെ ഒരു സോങ് ഉണ്ടാക്കാം. ഓക്കെ, കേട്ടിട്ടുള്ള പ്രയർ പറ്റോ? എന്തോ? മുമ്പ് കേട്ടിട്ടുള്ള പരിചയമുള്ള ഏതെങ്കിലും പ്രയർ പറ്റോ? സ്വന്തമായിട്ടൊരു 5 ലൈൻസ് അല്ലേ, സിമ്പിൾ ആയിട്ടൊരു 5 ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മള് ഉണ്ടാക്കണോ? സ്വന്തമായിട്ട് എഴുതി വെക്കാം. മിസ്റ്റേക്സ് ഒക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ ലിസൺ ഹിയർ. Thank you for the blessings, great and small, for love and light, and answer to our call. We cherish health and joy that fills our days. Guide us, bless us. Thank you for all things. Okay. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 5 ലൈൻസ്, മാക്സിമം ഒരു 10 ലൈൻസ് ഉള്ള ഒരു സോങ് അല്ലെങ്കിൽ ഒരു പ്രെയർ സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സ്റ്റാർട്ട് ചെയ്തോട്ടെ. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്യണമെന്ന്. പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ ബ്രേക്കിൽ ഒരു 11 o'clock ആകുമ്പോൾ നമുക്ക് ആക്ഷൻ സോങ് നടത്താം. ഓക്കെ, 2 പേർക്ക് ചാൻസ് തരാം. അപ്പൊ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്താണ്? നമ്മൾക്ക് എന്താണ് ഹ്യൂമൻ ലൈഫ് എന്താണ് ഹാപ്പി ആയിട്ടും വെർത്തി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടി ആണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്, എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? നമ്മൾ വെൽനെസ് കൺസിഡർ ചെയ്യുമ്പോഴാണ്, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വെൽനെസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇത്തരം നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ എന്താണ് വെർത്തി ആയിട്ടും ടേക്ക് കെയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം ഈ വെൽനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ വെൽത്തി ആയിട്ടിരിക്കണം, ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം? എന്തൊക്കെ ആയിരിക്കാം? ഷെയർ ചെയ്യാമോ ആഷ്ന? എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്? നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഫിസിക്കൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ മെന്റൽ ഹെൽത്ത് വേണം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് ഒക്കെ ആയിരിക്കണം. ഓക്കെ, മെന്റൽ ഹെൽത്ത് വേണം. പിന്നെന്താണ്? കുട്ടി എക്സസൈസ്. വെരി ഗുഡ്. എക്സസൈസ് ചെയ്യണം. വെരി ഗുഡ്. പിന്നെന്തൊക്കെയാണ്? ഹാപ്പി ആയിട്ടൊരു ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് എന്താണ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഏതൊക്കെ ഘടകങ്ങളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ സ്വാധീനിക്കുന്നത്? ഫുഡ്. വെരി ഗുഡ്. ഹെൽത്തി ഫുഡ്, യോഗ. ഓക്കെ. ഇതേപോലെ പോയിന്റ്സ് പറയൂ. റിസ്വാന. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. റിസ്വാന, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? നമുക്ക് യോഗ ആവശ്യമാണ്. യോഗ. പിന്നെ യോഗ മാത്രം മതിയോ? ഹെൽത്തി ഫുഡ്. വെരി ഗുഡ്. ഹെൽത്തി ഫുഡ് അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയായിരിക്കണം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. പിന്നെന്തൊക്കെയാണ്? പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. ഓക്കെ. പിന്നെന്താണ്? റിസ്വാന പറയൂ. റിസ്വാന, നമ്മളിപ്പോ ഹെൽത്തി ആണെന്ന് പറയുന്നത്, ഒരാള് ഹെൽത്തി ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ്. റെസ്റ്റ് വേണം. ഓക്കെ. മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് വേണം. പറയാത്ത പോയിന്റ്സ് വേണം. മെന്റലി ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. നമ്മൾ എന്താണ്? ഫിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും റിക്വയർഡ് ആണ്. ഓക്കെ. പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന എന്താ പ്രശ്നം? നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യും അല്ലേ? ഹാപ്പി ആയിരിക്കണം. ഓക്കെ, ഹാപ്പി ആയിരിക്കണം. നമ്മൾ മാത്രം ഹാപ്പി ആയിരിക്കണം. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കണം? നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഫാമിലി. നമ്മളെല്ലാരോടും നല്ല കെയറിങ് ആയിരിക്കണം. നമ്മുടെ ഒരാള് മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ക്ലിയർ ആവുന്നില്ല. പറയൂ. നീന പറയൂ. നീന, നമ്മളെപ്പോഴും ഹൈജീൻ ആയിട്ടിരിക്കണം. രാവിലെ വൈകിട്ട് കുളിക്കുക. നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. മാം, കോൺഫിഡൻസ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൽനെസ് ഒന്നും ഉണ്ടാവാതെ, ഡിസീസസ് ഒന്നും വരാതെ ഇരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പോ അതൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. നമ്മുടെ ചുറ്റുപാടും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുമ്പോൾ നമുക്കത് ഹാപ്പി ആയിരിക്കാൻ പറ്റും. അല്ലേ? ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയായിരിക്കണം? അല്ല, ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ? എന്നാലേ നമുക്കൊരു ഫ്രീഡം, അതിൽ നിന്ന് നമുക്കൊരു ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. നമ്മുടെ ചുറ്റുപാടും, നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സ്, ആളുകൾ, എൻവയോൺമെന്റ് ഒക്കെ വളരെ ഇതാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെയും അഫക്ട് ചെയ്യും. നമ്മൾ മാത്രം പോസിറ്റീവ് ആയിരുന്നാൽ മതിയോ? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റും എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഗുഡ് ബിഹേവിയർ. ഓക്കെ.
സോറി. ഓക്കെ, പറയൂ. അപ്പോ വെൽനെസ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ്? എക്സസൈസ് ചെയ്യാം അല്ലേ? നമുക്കൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻസ് പോലുള്ളവ ചെയ്യാം. എന്തിനാണിത്? മെന്റൽ ഹെൽത്ത് ഓക്കെ ആവാനായിട്ട്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം. പിന്നെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യാം. പിന്നെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യണം? സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യണം? വേണ്ടേ? എപ്പോഴും നമ്മൾ സ്ട്രെസ് ആണ്, ടെൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യണം? പിന്നെ എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗുഡ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ്? ക്ലിയർ ആവുന്നില്ല. അത് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. പ്ലീസ് മ്യൂട്ട് ചെയ്യാവൂ. പ്ലീസ് മ്യൂട്ട്. ആരാ അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? ആരാത്? മാം പറയണ ക്ലിയർ ആവുന്നില്ല. അതാരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, ഇപ്പൊ മ്യൂട്ട് ആണോ? എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഇപ്പൊ ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് അപ്പൊ തന്നെ അത് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഇത് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഹെൽത്തി ലൈഫിന് അല്ലെങ്കിൽ ഹാപ്പി ലൈഫിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എക്സസൈസ് അല്ലെ? എക്സസൈസ് ഒരു ഫാക്ടർ ആണ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവും. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് മാനേജിങ് സ്ട്രെസ്? സ്ട്രെസ് എന്താണ്? മാനേജ് ചെയ്യണം അല്ലേ? മാനേജിങ് സ്ട്രെസ്, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കണം. എന്തോ? ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം? റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം. 8 മണിക്കൂറെങ്കിലും മിനിമം 8 hours അല്ലേ? നമ്മൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ലഭിച്ചിരിക്കണം. പിന്നെന്തൊക്കെയാണ്? ന്യൂട്രീഷൻ പറഞ്ഞല്ലേ? ഹെൽത്തി ഫുഡ് കഴിക്കണം. നമ്മുടെ ചുറ്റുപാട് ന്യൂട്രീഷ്യസ്. എന്തോ? ഫുഡും വാട്ടർ ഇമ്പോർട്ടന്റ് അല്ലേ? വാട്ടർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെന്താണ്? നമ്മൾ എങ്ങനെയായിരിക്കണം? പിന്നെ അപ്പൊ ധാരാളം ഫാക്ടേഴ്സ് എന്താണ് ഈ വെൽനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ, ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ധാരാളം ഫാക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഹാപ്പി എൻവയോൺമെന്റ്, ഹാപ്പി സറൗണ്ടിങ്സ് ആയിരിക്കണം അല്ലെ? നമ്മുടെ ചുറ്റുപാടും എങ്ങനെയായിരിക്കണം? ചുറ്റുമുള്ളവർ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളതിന് നെഗറ്റീവായിട്ട് നമ്മളത് അഫക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? നമ്മുടെ വെൽനെസ്സിനെ അല്ലെങ്കിൽ ഹെൽത്തിനെ, നമ്മുടെ ഹെൽത്തി ലൈഫിനെ, ഹാപ്പി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ വെൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ഹെൽത്തി ആയിട്ടും അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് മൈൻഡിനെയും ബോഡിയെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? എന്താണ് വെൽനെസ് എന്ന് പറഞ്ഞാല്? ഹെൽത്തി ലൈഫും ഹാപ്പി ലൈഫും ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും ടേക്ക് കെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്ലിയർ ആണല്ലോ? വെൽനെസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്നും കൂടെ പറയാമോ? അതായത്
നമ്മൾ പറഞ്ഞു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലീഡ് ചെയ്യണമെങ്കിൽ ധാരാളം ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞതില്. അപ്പൊ ഈ ഹെൽത്തി ലൈഫിനെയും ഹാപ്പി ലൈഫും എന്താണ് ലീഡ് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും എന്ത് ചെയ്യുന്നു, ടേക്ക് കെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെൽനെസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ മാഡം, കിട്ടി. Wellness is about taking care of your body and mind to live a healthy and happy life. Wellness is about taking care of your body and mind to live a healthy and happy life. നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും ടേക്ക് കെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽനെസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ ടേക്ക് കെയർ ചെയ്യേണ്ടത്? നമുക്കൊരു ഹാപ്പി വെൽനെസ്സിന് വേണ്ടി, ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഇത്തരം പറയുന്ന കാര്യങ്ങൾ ക്ലാസ് നോട്ട് പോലെ എഴുതിയെടുക്കണോ അല്ലെങ്കിൽ PDF ഉള്ളതാണോ ഇത്? ഇത് PDF ഇല്ല, നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, അതിന് നോട്ട്ബുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്ലോ ആക്കുന്നെങ്കിൽ പറയോ? സ്പീഡ് കൂടിപ്പോണ്ടല്ലേ, സോറി. റെക്കോർഡ് ആയിരിക്കില്ലേ? എന്തെന്നാ ഇത് റെക്കോർഡഡ് ആണ്. അതെ. പിന്നെ എനിക്ക് ഇത് എവിടെ കയറിയത് കാണാൻ പറ്റും? ക്ലാസ് റൂമില് കാണാൻ പറ്റുമോ ഈ ക്ലാസ്? അഞ്ജലി ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അഞ്ജലിക്ക് ഇപ്പൊ ലീവ് ചെയ്യണം. അല്ല മാം, ഇപ്പോ എനിക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. ഹലോ മാം, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാവോ? ക്ലിയർ, എനിക്ക് വിട്ടു പോകുന്നുണ്ട്, ക്ലിയർ അല്ലായിരുന്നേ. പറഞ്ഞുതരാം. റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ കേട്ടിട്ട് എഴുതാലോ. കേട്ടിട്ട് എഴുതാം. ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. ഓക്കെ. ഇത് എവിടെയായി ക്ലാസ് കാണാൻ പറ്റുമോ? നമ്മൾ കണ്ടില്ലെങ്കിൽ ക്ലാസ് റൂമിൽ കയറിയാ കാണാൻ പറ്റുമോ? ക്ലാസ് റൂമില് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ. അത് പക്ഷെ ഇന്നലത്തെ കാണാൻ പറ്റുന്നില്ല. ഇന്നലത്തെ ക്ലാസ് റൂമിൽ ഉണ്ടോ? നോക്കിയായിരുന്നോ? അയച്ചിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റുന്നില്ല. ഒരാള് മാം, എനിക്കും അത് കിട്ടുന്നില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ല. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ലായിരുന്നേ. നമ്മൾ ഇന്നലത്തെ മാത്രമല്ലേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോ ഇത് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും വരും അത്. ഓക്കെ, താങ്ക് യു. റെക്കോർഡ് ക്ലാസ് അയക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും അത് വരും, ഇന്നലത്തെ ക്ലാസ്. ഇന്നത്തെ നമുക്ക് ഇന്ന് തന്നെ കാണാൻ പറ്റില്ല മാഡം? ഇന്നത്തെ അതെങ്ങനെയാ റിജു? നാളെയാണോ കിട്ടുന്നത് ഇന്നത്തെ റെക്കോർഡ്? ഞാൻ ഭാഷയിലാണേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് കേൾക്കുന്നതേ ഉള്ളൂ, വോയിസ് കേൾക്കുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ക്ലാസ് മാം പറയുന്നത് കുറച്ച് കഴിയുമ്പോ എനിക്ക് കയറി കാണാൻ പറ്റില്ല ക്ലാസ് റൂമില്. ഇന്നത്തെ ക്ലാസ് നെക്സ്റ്റ് ഡേയിൽ കിട്ടും. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ്? വെൽനെസ് ഈസ് about taking care of your body and mind to live a healthy and happy life. And mind to live a healthy and happy life. ഇപ്പൊ പറഞ്ഞു, ഒന്നും കൂടി പറയാമോ? Wellness is about, നമ്മുടെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങൾ ജസ്റ്റ് കണ്ടെത്തേണ്ടതാണ് ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഇതെല്ലാം നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ്. Wellness is about taking care of your body and mind. എന്തോ മ്യൂട്ട് ചെയ്തോളൂ. Wellness is about taking care of your body and mind to live a healthy and happy life. To live a healthy and happy life. Okay.
അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഈ വെൽനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെൽനെസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? എക്സസൈസ് ഉണ്ടല്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റി വിച്ച് ഇസ് എക്സസൈസ്. പിന്നെ എന്തായിരുന്നു? യോഗ, മെഡിറ്റേഷൻ, ബിൽഡിംഗ് ഗുഡ് റിലേഷൻഷിപ്പ്. പിന്നെ എന്തായിരുന്നു? ന്യൂട്രീഷൻസ്, വാട്ടർ, സ്ലീപ്പ്, അഡിക്വേറ്റ് സ്ലീപ്പ്. ദെൻ എങ്ങനെയാണ്? എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ വെൽനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. പറഞ്ഞു വെൽനെസ്സിൽ ഇൻക്ലൂഡഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. അപ്പൊ PDF തന്നിരിക്കുന്നത് ഏതാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസുമാണ് വെൽനെസ്സിനെ എന്താണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് എന്താണ്? ഹെൽത്ത് വാട്ട് ഡു യു മീൻ ബൈ ഹെൽത്ത്? മെന്റലിയും ഫിസിക്കലിയും സൊസൈറ്റിയും ഹെൽത്തി ആയിട്ടിരുന്നാൽ നമ്മളും ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും. It means our body is free from all diseases and illness. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലെ, രോഗങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്, ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മാത്രം ഫിറ്റ് ആയിരുന്നാ മതിയോ? ഫിസിക്കൽ ഹെൽത്ത് മാത്രം മതിയോ? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. ഹെൽത്ത്, പിന്നെന്താണ്? ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ, സോഷ്യൽ. ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തും എങ്ങനെയാണ്? ഈ മൂന്നെണ്ണവും ചേരുമ്പോഴാണ് ഒരാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നല്ല ഫിസിക്കൽ നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ മെന്റലി തകർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഫിസിക്കൽ, നമ്മൾ ഹെൽത്ത് ആണ്, നമ്മൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കണം? നമ്മൾ ഫിസിക്കലി ഹെൽത്ത് ആയിരിക്കണം, മെന്റലി ഹെൽത്തി ആയിരിക്കണം, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം. കൺട്രോൾ ചെയ്യാൻ പഠിക്കണം അല്ലെ. ഇമോഷണലി നമ്മൾ എങ്ങനെയായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഹെൽത്ത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം, മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം, ദെൻ ഇമോഷണൽ ഹെൽത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മെന്റലി നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ അയാൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫാക്ടർ ആയിരുന്നു ഹെൽത്ത്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഈ വെൽനെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ് ഹെൽത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം, ഫിസിക്കലി നമ്മൾ ആരോഗ്യമുള്ള ഒരാളായിരിക്കണം, മെന്റലി ഇമോഷണലി എങ്ങനെയായിരിക്കണം? നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സസൈസ്. ഓക്കെ, ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുമ്പോൾ എക്സസൈസ് മാത്രം മതി. നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് എബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ്? എങ്ങനെ ചെയ്യണം? നമ്മുടെ ബോഡി സ്ട്രോങ് ആക്കണം. 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങളുടെ കിച്ചൺ ഡ്യൂട്ടി കഴിയാനായിട്ട് 11 മണി വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 11 മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയോ? ഓക്കെ, ഒരു അലേർട്ട് ഉണ്ടായിരിക്കണം, ഒരു ജാഗ്രതയോടുകൂടി എനർജറ്റിക് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അത് ടൈംലി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. ഓരോ ഡെയിലി ടാസ്കും ഓരോ ആക്ടിവിറ്റീസും എന്താണ് ടൈംലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. ബ്രേക്ക്ഫാസ്റ്റ് 8:30 റെഡി ആകണം, വേണ്ടേ? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഒരു വീക്ക്നെസ്സും ഇല്ലാതെ എങ്ങനെയാണ് എനർജറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ് ആണെന്ന് പറയുന്നത്. ആണോ? എന്താണ്
ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു, നിങ്ങളത് ടൈംലി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഭയങ്കര ടയേർഡാണ്, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, ആ മോർണിംഗ് ഡ്യൂട്ടീസ് നിങ്ങളെല്ലാം കംപ്ലീറ്റ് പക്കായിട്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഭയങ്കര ടയേർഡായി. അങ്ങനെയുള്ള ഒരാളെ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയോ? നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ അല്ലേ, ആ ദിവസം മുഴുവനും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഓക്കെ, കിട്ടുന്നുണ്ടോ? ആ ഡേ എനർജി നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഓക്കെ, അങ്ങനെയുള്ള ഒരാളെയാണ് എന്ത് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുന്നത്. പ്ലീസ് മ്യൂട്ട്. കുട്ടിയാണോ? പ്ലീസ് മ്യൂട്ട്. നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആക്ഷൻ സോങ് ആരാ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്? ആക്ഷൻ സോങ് ഓക്കെ, പേര് പറയൂ. ശ്രീകുട്ടി റെഡിയാണോ? ശ്രീകുട്ടി, എന്റെ മോന്റെ LKG ഒരു പാട്ടാ പുസ്തകത്തില് 4 വരി. ഓക്കെ, നോക്കാം നമുക്ക്. Everyone has a name. Some are long, some are sweet, some are different. Everyone has a name. Some are short, some are length. അങ്ങനെയൊക്കെ പറയും. നമ്മൾ ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണണ്ടേ, ആക്ഷൻസ് കാണണ്ടേ? വീഡിയോ ഓൺ ആക്കണം. ഓക്കെ, ആക്ഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ജസ്റ്റ് ആ ബുക്ക് നോക്കി വായിച്ചാ പോരാ. ഓക്കെ, നിങ്ങൾ ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കണം? കുട്ടികളെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, വേണ്ടേ? ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു കാമാൻ കൂളാക്കി ഇരുത്തണം അവിടെ. അതിനുവേണ്ടിയാണ് ആക്ഷൻ സോങ് പഠിക്കണം എന്ന് പറഞ്ഞത്. നമ്മളവിടെ ചേർന്നത് നേരെ ബെഞ്ചിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ആ ഡെസ്കിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ബുക്ക് നോക്കി വായിച്ച കുട്ടികൾ കാമാൻ കൂളായിട്ടിരിക്കുവോ? ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കണം എന്നുള്ള ആക്ഷൻ സോങ് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? മാം ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടൊരു പനി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുമോന്ന് അറിയില്ല. മാം ഞാനൊന്ന് പറയാം മാം. പ്ലീസ് എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യല്ലേ, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നീന ചെയ്യൂ. നീന വേണം, ഞാൻ ഇപ്പൊ ചെയ്യാവേ. ഓക്കെ, നെക്സ്റ്റ് ആഷ്നയാണ്. ആഷ്ന അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തോളൂ. നീനക്ക് ശേഷം Two little hands clap, 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 clap. Two little legs go tap, 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 tap. Two little eyes go open wide, open wide, open wide. Two little two gets for side to side. ഇപ്പൊ ടെൻഷൻ ഉണ്ട്. കുഴപ്പമില്ല, ചെയ്തോളൂ. നന്നായിട്ട് അത്രേ ഉള്ളൂ, ചെറുതാ. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. Then Ashna, are you ready? Yes ma'am. How many colors are there in a rainbow? How many colors are there in a rainbow? 7 colors are we see. 7 colors are we see. Violet, indigo, blue, green, yellow. Violet, indigo, blue, green, yellow. Orange and red are seen. Orange and red are seen. ഓക്കെ അഷ്ന, നമുക്ക് ഈ ആക്ഷൻ സോങ് വെച്ച് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം? റെയിൻബോനെ പറ്റി പഠിപ്പിക്കാം. റെയിൻബോയിൽ എത്ര കളേഴ്സ് ഉണ്ടെന്ന് പഠിപ്പിക്കാം. അത് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് പഠിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർട്ടീസും കൂടി യൂസ് ചെയ്യണമെങ്കിൽ, ആ കളേഴ്സ് കാണിക്കാനായിട്ട് ചില മെറ്റീരിയൽസ് കൂടി യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് ഡ്രോ ചെയ്ത് കളേഴ്സ് ചെയ്തിട്ട് ആ ഓരോ കളർ ഏതാന്ന് എഴുതി വെച്ച് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ക്ലാസ് റൂമിലൊക്കെ ആവുമ്പോ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ആഷ്ന എക്സലന്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പേരെന്താ?
മുബഷിറ. എന്തോ മുബഷിറ കേൾക്കുന്നില്ലേ? പേര് ക്ലിയർ ആയില്ലടാ. മുബഷിറ. മുബഷിറ. ഓക്കെ. ഓക്കെ, മുബഷിറ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, ക്ലിയർ ആണ്. I like fruits and I'll eat fruits. I can some fruit names here. I like apple round in shape. I red and in color and good for health. I like banana long and sweet. Yellow and green are good for health. I like watermelon big and green. Seeds are red color inside each. I like orange round in shape. Orange also a fiber fruit. I like grape juice good for health. I eat fruits make me strong body. ഇത് മാം ഞാൻ സ്വയമായിട്ട് എഴുതിയതാണ് കേട്ടോ. ഞാൻ അത്രയുണ്ട് ചെയ്തിട്ടില്ല. നോട്ട്ബുക്കിൽ നോക്കണോ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കണം അല്ലേ? ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്തതല്ലേ. ഒത്തിരി 3 ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഉള്ളൊരു തിരക്കുള്ള ഒരു ലൈഫാണ്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ? അതിലിപ്പോ ഷേപ്പും കളേഴ്സും പഠിപ്പിക്കാം, ഫ്രൂട്ട്സിന്റെ നെയിംസും പഠിപ്പിക്കാം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടീസ്, ഒരു കാർഡ് കയ്യിൽ പിടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫ്രൂട്ട്സിന്റെ ഷേപ്പും ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ഫ്രൂട്ട്സിന്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് കളർ അടിച്ചു കൊടുത്താലും അവർക്ക് വേഗം മനസ്സിലാവാൻ പറ്റും. ഒരു ഫ്രൂട്ട്സ് അവിടെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ കളർ ചെയ്താൽ എന്താണ്, കുട്ടികൾക്ക് ആ കളർ പഠിക്കാം, ഷേപ്പ് പഠിക്കാം, ഫ്രൂട്ട്സിന്റെ നെയിംസ് പഠിക്കാം. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ മുബഷിറ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഒന്ന്? എന്തോ ജാസ്മി ജാസ്മി ഓക്കെ ജാസ്മി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. Clap your hands, clap your hands, listen to the music, clap your hands, turn around, listen to the music, clap your hands, wave your hands, listen to the music, clap your hands. ഓക്കെ ജാസ്മി, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന് ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടോ? അത് എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ദൃശ്യ എവിടെ? ദൃശ്യ മിസ്സേ, എന്തോ ദൃശ്യ പ്രിപ്പയർ ആയിട്ടില്ലെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അടുത്ത ക്ലാസ്സിന് വരുമ്പോഴേക്കും ഞാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ പറയരുത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 40+ അല്ലേ പറഞ്ഞത്. 20+ ആക്ഷൻ സോങ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ വേണമെങ്കിൽ ചെയ്യാം. പേരെന്താ? ശ്വേത. ശ്വേത. ഓക്കെ ശ്വേത. കേട്ടോ, ഫാമിലിനെ കുറിച്ചിട്ടാണ്. Father, father standing tall, mother, mother, hear her call. Brother, sister, let's run and play till the end of day. Okay, ma'am. ഓക്കെ ശ്വേത. റിലേഷൻഷിപ്പ് പഠിപ്പിക്കാം അല്ലേ കുട്ടികളെ? അതെ അതെ. ഓക്കെ, മിനിമം 5 ലൈൻസ് ഉള്ള ഒരു റൈമെങ്കിലും എടുക്കണം കേട്ടോ സെലക്ട് ചെയ്യുമ്പോ. ഓക്കെ ഓക്കെ ഓക്കെ,
എല്ലാവർക്കും ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ആക്ഷൻ സോങ് ചെയ്യേണ്ടതെന്ന്? ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്യാം. പേരെന്താടാ? നിരോഷ. നിരോഷ. ഓക്കെ നിരോഷ. ഓക്കെ. ഫീബിൾ ആയിട്ടാണ്. കാണോ? ഇല്ലടാ കാണുന്നില്ലല്ലോ. വീഡിയോ ഓൺ ആണോ? വീഡിയോ ഓൺ കാണാമോ? ഓക്കെ ഇപ്പൊ കാണാം. ഇപ്പൊ പോയിന്റിന്റെ പേര് 10 Little Fingers എന്നായിരുന്നേ. 10 Little Fingers. ഓക്കെ. 10 little fingers, 10 little toys, 10 little ears, 10 little ഒരു മിനിറ്റ്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ? റിപ്പീറ്റ് ചെയ്തോളൂ. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. Okay. 10 little fingers, 10 little toys, 2 little ears, 1 little nose, 2 little eyes, shine so bright, and 1 mouth is my night. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ചെറിയൊരു ടെൻഷനുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്നാലും അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ? ബോഡി പാർട്സിനെ പറ്റി പഠിപ്പിക്കാം. ബോഡി പാർട്സ് പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എത്ര ബോഡിയിൽ എത്ര ഐറ്റംസ് ഉണ്ട് അതിനെ പറ്റി പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ നിരോഷ, നന്നായിട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ആരാ നെക്സ്റ്റ്? നിരോഷ. ഞാൻ പേര് പറയൂ. ആശ. 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 ഓക്കെ. കാണാവോ മാഡം? ഫേസ് കാണുന്നില്ലടാ. കാണാം, മോളും കൂടെ ഉണ്ട്. ആണോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് അടിക്കണ ചെറിയ കുട്ടിയാണല്ലോ, കേൾക്കുന്നില്ലല്ലോ. ചെയ്യട്ടോ മാഡം? ചെയ്തോളൂ. ചെയ്യട്ടോ മാഡം? ചെയ്തു. ഓക്കെ. Little bad, look at me. I have bad house, oh come and see. Little bad, look at me. I have bad house, oh come see. Little boy, under a tree. I like this house, give to me. Little boy, under the tree. I like this house, give to me. ഓക്കെ, അഷ നന്നായിട്ട് ചെയ്തു. ഓക്കെ, മോളുടെ പേരെന്താ? നൈവ. നൈവ. ഓക്കെ നൈവ. നൈവക്ക് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? ഹായ്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ബൈ. ഓക്കെ, റെഡി? മാം ഞാൻ ചെയ്യാം. പേര് പറയൂ. അൽഫിയ. അൽഫിയ. ഓക്കെ അൽഫിയ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇപ്പൊ കാണാം. A B C D E F G H I J K L M N O P P Q R S T U V W X Y Z bread to butter. You don't like it, go to bed. ഓക്കെ, ഈസി ആയിട്ടുള്ളതാണല്ലോ കണ്ടുപിടിച്ചത്. അപ്പൊ കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കാം? അതില് ലെറ്റേഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ലെറ്റേഴ്സ് പഠിപ്പിക്കാം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ കാർഡ്ബോർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ലെറ്റേഴ്സ്. ഓക്കെ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, ഞാൻ പേരെന്താ? രേഷ്മ. രേഷ്മ. ഓക്കെ രേഷ്മ. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ലടാ.
ഓക്കെ ഓക്കെ ഇപ്പൊ കാണാം. മിനിറ്റ്. Butterfly, butterfly, touch the ground. Butterfly, butterfly, flow so free. Butterfly, butterfly, land on me. Butterfly, butterfly, fly around. Butterfly, butterfly, touch the sky. Butterfly, butterfly, say goodbye. നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് രേഷ്മ. Okay, thank you. ഓക്കെ ദെൻ സൗമ്യ. ഞാനിന്ന് പ്രിപ്പയർ അല്ല മിസ്. പ്രിപ്പയർ എന്ത് പറ്റിയത്? സമയം കിട്ടി. അപ്പൊ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നു. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം. എന്തോ ലക്ഷ്മി ആണോ? യെസ് പറയൂ ലക്ഷ്മി. മാം, ഞാൻ ലിങ്കിൽ കയറാൻ കുറച്ച് വൈകി പോയി, നോക്കിയില്ല. ഇത്ര നേരം ഇതിനെപ്പറ്റി തന്നെയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ചെറിയൊരു ടോപ്പിക് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. അതെ, സ്ക്രീനിൽ ഷെയർ ചെയ്ത പേപ്പർ അതാണോ? ഷെയർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പേജ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നാളെ റെക്കോർഡ് ക്ലാസ് കണ്ടോക്കട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് ആയില്ലേ കുറച്ച്? അപ്പൊ റെക്കോർഡ് ക്ലാസ് കിട്ടും, അത് കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ ലക്ഷ്മി, ആർ യു റെഡി ആണോ? ഇപ്പോ ആക്ഷൻ സോങ്ങിന് റെഡി ആണോ? മാം, ഐ ആം നോട്ട് റെഡി. നോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡി ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ആക്ഷൻ സോങ് എടുത്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ ലക്ഷ്മി? ഓക്കെ, ഐ വിൽ പ്രിപ്പയർ ടുമോറോ. ഓക്കെ ഓക്കെ. ഞാൻ പാടട്ടെ? പേരെന്താ? കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. ഓക്കെ കൃഷ്ണേന്ദു. Rain, rain, go away, come again. പാടാനല്ല, സോങ് ആണ് കൃഷ്ണേന്ദു. വെയിറ്റ്, വീഡിയോ ഓൺ ആക്കൂ. കൃഷ്ണേന്ദു അവിടെ ഇരുന്ന് കാണിച്ചാൽ മതി. Rain, rain, go away, come again another little Johnny was to play. Rain, rain, go away. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. കൃഷ്ണേന്ദു അല്ലേ? കൃഷ്ണേന്ദു നന്നായിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം? മഴയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. മഴയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ? വെരി ഗുഡ്. പിന്നെന്താണ്? നന്നായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ ഓക്കെ കൃഷ്ണേന്ദു. വേറെ ആരെങ്കിലും റെഡി ആണോ? മാഡം, ഞാനൊന്ന് നോക്കാം മാഡം. അതാരാ? പേരെന്താ? എന്റെ പേര് നീതു. നീതു. ഓക്കെ, കാണാമോ? ഇപ്പൊ കാണാം. ഓക്കെ, കാണട്ടെ? കുറച്ചുകൂടി ഒന്ന് ക്യാമറ താത്തി വെക്കാവോടാ ഫോൺ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ലോറി 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 അപ്പ് അപ്പ് അപ്പ്. ലോറി 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 ഡൗൺ ഡൗൺ ഡൗൺ. ലോറി 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 റൈറ്റ് റൈറ്റ് റൈറ്റ്. ലോറി 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 ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ലോറി 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 ഇൻ ഇൻ ഇൻ. ലോറി 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 ഔട്ട് ഔട്ട് ഔട്ട്. ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ മാം, ഞാനൊന്ന് ചെയ്തോട്ടെ? പേര് പറയൂ. സഹദൂന. 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 ഓക്കെ, സഹദൂന. ഓക്കെ, വീഡിയോ ഓൺ ആക്കിക്കോളൂ. കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കാണാം. ഒന്ന് ചെറുതായിട്ടൊന്ന് താത്തി വെക്കാവോ ഫോൺ?
ബേസ് ക്ലിയർ. കുറച്ചുകൂടി താത്താവോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing. Morning bells are ringing. Ting ting tong. ചെയ്തോളൂ, പേടിക്കണ്ട. അത്രേ ഉള്ളൂ. നാണാണോ? അതെന്തിനാ നാണം? ഫസ്റ്റ് ക്ലാസ് ആയോണ്ടാണോ? ഫസ്റ്റ് ടൈം ആയോണ്ടാണോ? പേരെന്തായിരുന്നു? ഷഹദൂന അല്ലേ? ഞാൻ ചെയ്യാം. പേര് പറയൂ. സൈബ. സൈബ നസ്രീൻ. സൈബ. ഓക്കെ സൈബ. Head, shoulder, knees and toes, knees and toes. Head, shoulder, knees and toes, knees and toes. Eyes and ears and mouth and nose. Head, shoulder, knees and toes, knees and toes. Okay. പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ. പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടാ. ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ചെയ്യട്ടെ. ഫസീലാണോ? ഫസീല. ഫാസില. ഓക്കെ ഫാസില. 1 second. 1 for success, 2 for joy, 3 for girl and 4 for boy, 5 for silver, 6 for gold, 7 for a secret, 11 to be told. മൊത്തം ടെൻഷൻ ആയിക്കോണ്ടോ? സോറി. അപ്പൊ എന്തൊക്കെ പഠിപ്പിക്കാം കുട്ടികളെ ഇതുകൊണ്ട്? നമ്പേഴ്സ് പഠിപ്പിക്കാം. നമ്പേഴ്സ് പഠിപ്പിക്കാം അല്ലേ? 1 2 3 നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർഡ് ബോർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ, ഒരു പ്ലഗ് കാർഡ് പോലെ കയ്യിൽ കീപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. മതിയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? വെൽനെസിനെ കുറിച്ചായിരുന്നു. ഹെൽത്തി ലൈഫ്, ഹാപ്പി ലൈഫ്, ഹാപ്പി ലൈഫ്, ഫിസിക്കലി ഇമോഷണലി ഹെൽത്ത്, മെന്റലി ഹെൽത്ത്, എക്സസൈസ്, ഹെൽത്തി ഫുഡ്, പോസിറ്റീവ് തിങ്ക്, പ്രോപ്പർ സ്ലീപ്പിംഗ്, പിന്നെ ഹാപ്പി എൻവയോൺമെന്റ്, പിന്നെ ഹൈജീൻ, കോൺഫിഡൻസ്, ഹെൽത്ത് എൻവയോൺമെന്റ്, ഗുഡ് ബിഹേവിയർ, റിലേഷൻഷിപ്പ്, ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. പിന്നെ മെയിൻ ഘടകമാണ് വാട്ടർ. ധാരാളം ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഇത്. ഈ ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് നമ്മളൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹെൽത്തി ലൈഫ് എങ്ങനെയാണ്? ഫിസിക്കലി മാത്രം ഹെൽത്തി ആയിട്ടിരുന്നാൽ മതിയോ? നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ സ്ട്രോങ് ഹെൽത്ത്. ഇതെല്ലാം സ്ട്രോങ് ആയിരിക്കുമ്പോഴാണ് നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത് അല്ലേ? യെസ് മാം. ഓക്കെ, ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്ത് മാത്രം ആയാൽ മതി? നോ, മെന്റൽ ഹെൽത്ത്, ഇമോഷണലി ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കണം. ഫിസിക്കൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫിസിക്കൽ ഹെൽത്തിനെ യോഗ, ഗുഡ് ഫുഡ്സ്, വാട്ടർ, എക്സസൈസ്, ന്യൂട്രീഷൻസ്, സ്ലീപ്പ്, മെയിൻറ്റെയിൻ ചെയ്യണം.
പ്ലീസ് മ്യൂട്ട് എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യുമ്പോ കേൾക്കുന്നില്ല, ക്ലിയർ ആകുന്നില്ല. ശ്വേത മാത്രം അൺമ്യൂട്ട് പറഞ്ഞോളൂ, പറയൂ. എന്തൊക്കെയാണ് ഫിസിക്കൽ? യോഗ, എക്സസൈസ്, ഗുഡ് ഫുഡ്, ന്യൂട്രീഷൻ, സ്ലീപ്പ്, വാട്ടർ, ഹൈജീൻ, ഇതെല്ലാം ഫിസിക്കലി ഫിസിക്കൽ ഹെൽത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ മെന്റൽ ഹെൽത്തിനെ എന്തൊക്കെ കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക്? ഹാപ്പി ആയിട്ടിരിക്കണം. ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, പിന്നെ ഗുഡ് റിലേഷൻഷിപ്പ്, സറൗണ്ടിങ്സ് ഗുഡ് ആയിരിക്കണം, പോസിറ്റീവ് തിങ്കിങ്, കോൺഫിഡൻസ്. പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് തിങ്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എങ്ങനെയാണ്? പോസിറ്റീവ് ആയിരിക്കണം. അതിന് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും അല്ലെ? മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ ഒക്കെ ഇത്തരം പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കോൺഫിഡൻസ് ആയിട്ടിരിക്കണം. കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കുന്നില്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? പിന്നെന്തൊക്കെയാണ്? നമ്മൾ കാണുന്ന കാഴ്ചകള്, നമ്മൾ കേൾക്കുന്ന ന്യൂസ്, ഇതെല്ലാം നമ്മുടെ മൈൻഡിന് എന്താണ് അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. ഓക്കെ, വെരി ഗുഡ്. പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് ഉണ്ടായിരിക്കണം അല്ലെ? നമുക്ക് അഡിക്കേറ്റ് സ്ലീപ്പ് കിട്ടിയിരിക്കണം, ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കണം അത്. പിന്നെന്താണ്? സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഹാപ്പി ആയിരിക്കണം, സറൗണ്ടിങ്സിനെ ഹാപ്പി ആയി വെക്കണം. നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മുടെ ചുറ്റുപാടും ഹാപ്പി ആണെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും? നല്ല ഫ്രീ ആയിരിക്കും അല്ലെ? ഹാപ്പി ആയിട്ടിരിക്കും. പോസിറ്റീവ് തിങ്ക്. പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും എൻഗേജ് ചെയ്തിരിക്കണം. വെരി ഗുഡ്. ലെഷർ ടൈംസിലേക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് ഉൾപ്പെട്ടിരിക്കണം. എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം? ഒരു ലെഷർ ടൈം കിട്ടിയ ആൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണോ അത്, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കാൻ പറ്റുന്ന എന്താണോ അത്. നല്ല ബുക്സ് വായിക്കാം. റീഡിംഗ് നല്ലൊരു ഹാബിറ്റ് ആണ്. സോങ് പാടാം. എന്തോ ലിസണിങ്, പാട്ടുകൾ. റീഡിംഗ് ബുക്ക്. ഓക്കെ, ബുക്ക് റീഡ് ചെയ്യാം. പിന്നെ എങ്ങനെ ഫ്രീ ടൈം എങ്ങനെ കുട്ടികളുടെ കൂടെ തന്നെ എന്തെങ്കിലും നമുക്ക് നല്ല കുട്ടികളുടെ കൂടെ തന്നെ കളികളിൽ ഏർപ്പെടാം. കുട്ടികളുടെ കൂടെ കളികളിൽ ഏർപ്പെടാം. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ലിസൺ ടു മ്യൂസിക്. പിന്നെന്താണ്? ഡാൻസ്. ഓക്കെ, പിന്നെന്താണ്? ഷെയർ ചെയ്യൂ. പിന്നെന്തൊക്കെയാണ്? കളറിങ്, കുട്ടികളെ കൂടെ ഇരുന്ന് കളറൊക്കെ ചെയ്യാം. കുട്ടികളുടെ കൂടെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നും കളർ ചെയ്യാം. എന്തോ ഡ്രോയിങ്, ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഓരോരുത്തർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സമയമില്ലാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതില് സമയം കണ്ടെത്തി നമ്മൾ അത് ഒക്കെ ചെയ്ത് ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആ മേഖല തിരഞ്ഞെടുക്കാം. പിന്നെന്തൊക്കെയാണ്? ഫാമിംഗ്. എന്തോ? കൃഷി ചെയ്യാൻ നമുക്ക് എന്ത് വേണമെങ്കിലും. ഓക്കെ, കൃഷി. ഗാർഡനിങ് പറഞ്ഞു. പറയാത്ത പോയിന്റ്സ് ഷെയർ ചെയ്യൂ. പിന്നെന്തൊക്കെയാണ്? ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലെഷൻ ടൈം, ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. എനിക്ക് യാത്ര പോകാനാണ് ഇഷ്ടം. ഓക്കെ, യാത്ര പോകാൻ ഇഷ്ടമാണ്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നല്ല സ്ഥലങ്ങളല്ലോ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഫാമിലി ആയിട്ട് കുറച്ച് സമയം കിട്ടുമ്പോ പോവാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം, ഫാമിലി ഫുൾ ആയിട്ട് പോവാ, അവരുടെ കൂടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ആൻസി.
നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട്? മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഫ്രീ ടൈമിൽ? ഇപ്പൊ ഒരു 1 hour കിട്ടി, 2 hour കിട്ടി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്? മാം കുക്കിംഗ് വെറൈറ്റി ഫുഡ്സ്. ഓക്കെ, കുക്കിംഗ്. ചില പാഷൻ ആയിട്ടുള്ളവരുണ്ടല്ലേ കുക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. ട്രാവലിംഗ് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെന്താണ്? ഗാർഡനിങ്. ഗാർഡനിങ് ഇഷ്ടമുള്ളത്? ഡാൻസിങ്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യാറുണ്ടോ? ഡാൻസ് ഇഷ്ടമാണ്. സോഫിയ? ഡാൻസിങ്, ക്രാഫ്റ്റ് ചെയ്യല് ചെയ്യാറുണ്ട്. ഡാൻസ് ചെയ്യാറുണ്ട്. ഡാൻസ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. ഡ്രൈവിംഗ്. ഡ്രൈവിംഗ്. അതെ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവരുണ്ട്. ഗാർഡനിങ്. എനിക്ക് മ്യൂസിക് കേൾക്കാനും അതുപോലെ പാടാനും ഇഷ്ടമാണ്. പാടാൻ ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാനായിട്ട്, അല്ലെ, എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറും, അല്ലെ? ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഇമോഷണൽ. പ്ലീസ് മ്യൂട്ട് ശ്വേത. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഇപ്പൊ ഇത്തരം ഇമോഷൻസ്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ എല്ലാം ഫിറ്റ് ആണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ ഒരാളെ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ. അതെ. നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. നോട്ട്ബുക്ക് എടുത്തോളൂ. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു ആക്ടിവിറ്റിനെ എഴുതി. ഓക്കെ, എഴുതിക്കോളൂ. റൈറ്റ് സം ആക്ടിവിറ്റീസ്. ഫോർ കിഡ്സ്. ആർക്ക് വേണ്ടിയുള്ളത്? കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, റൈറ്റ് സം ആക്ടിവിറ്റീസ് ഫോർ കിഡ്സ് that promote PROMOTE that promote physical fitness. ഒന്നുകൂടെ പറയോ? പറയാം. Write some activities for kids that promote physical fitness. Write some activities for kids that promote physical fitness. കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ്, ഒരു മിനിമം 5 ആക്ടിവിറ്റീസ് എല്ലാവരും എഴുതിക്കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഫോർ എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസ് പറയാം. യോഗ, റണ്ണിങ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഡാൻസിങ് കൊടുക്കാം. എല്ലാം ഷെയർ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ക്ലിയർ ആണല്ലോ? അപ്പോ 5 ആക്ടിവിറ്റീസ്, മിനിമം 5 ആക്ടിവിറ്റീസ് എങ്കിലും നാളത്തെ ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരണം നോട്ട്ബുക്കിൽ. ഓക്കെ, ഒന്നുകൂടി പറയോ? Okay. Write some activities. For kids that promote physical fitness. ഈ ജമ്പിങ്, റണ്ണിങ്, ഡാൻസിങ് അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ഈ ജമ്പിങ്, റണ്ണിങ് അപ്പൊ തന്നെ 5 എണ്ണം ആയി.
ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഷെയർ ചെയ്യാം അത്. ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പ്രിന്റ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ താങ്ക് യു മാം. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ ബൈ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Next